Good morning. Okay. കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? Conduct of employment, evaluation of selection process. ഇത് പിന്നെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതില്ല. നമ്മൾ പറഞ്ഞത് സാമ്പിൾ ഓഫ് ജോബ് ഓഫറിന്റെ അതും ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമുള്ളൂ. ഇനി അടുത്ത് കോണ്ടാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് അത് നോക്കണം. വായിച്ചല്ലോ അല്ലെ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടല്ലേ ക്ലാസ്സിൽ കയറിയത്? ആണോ? ഗുഡ് മോർണിംഗ്. ഇവിടെ എന്തോ സ്റ്റിൽ ആയിരിക്കായിരുന്നു, എന്തോ നെറ്റിന്റെ എന്തോ പ്രശ്നമായിരുന്നു എന്ന് തോന്നുന്നേ. ഇപ്പൊ ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഞാനിവിടെ കിടന്ന് സംസാരിക്കണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റണ്ടായിരുന്നില്ല എന്നാ തോന്നണേ. ഓക്കെ, എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടല്ലോ അല്ലെ? ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത്, അപ്പോ നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സില് ഇവാലുവേഷൻ ഓഫ് സെലക്ഷൻ പ്രോസസ് ആയിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലെ? അപ്പൊ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സമഗ്രമായിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോഗ്രാമിന്റെ വിലയിരുത്തലിന് ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ, ഒരു മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ നോക്കിയത്. അതിന് ഫസ്റ്റ് അനാലിസിസ് ഓഫ് ദ പ്രോഗ്രാം, then രണ്ടാമത്തെ ആർ ദ പ്രോഗ്രാം ആൻഡ് പ്രൊസീജിയർ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റഡ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഹൗ എഫക്റ്റീവ് ഈസ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പ്രോഗ്രാം, then നെക്സ്റ്റ് ഫീഡ്ബാക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഫീഡ്ബാക്ക് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നമ്മൾ. നെക്സ്റ്റ് അഞ്ചാമത്തെ നോക്കിയേ, അനാലിസിസ് ഓഫ് എ റിസൾട്ട്. ഇനി ആ സെലക്ഷൻ പ്രോഗ്രാമിന്റെ റിസൾട്ട് അനലൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. വാട്ട് ആർ ദ പെർഫോമൻസ് ലെവൽ ഓഫ് ദ ന്യൂ റിക്രൂട്ട്സ്?
പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്തവരില്ലേ, അവരുടെ പെർഫോമൻസ് ലെവൽ എന്താണ്? അവരുടെ പെർഫോമൻസ് ലെവൽ, പ്രകടന നിലവാരം എന്താണ്? Then out of the total number of applicants, how many they are recruited? മൊത്തം ഉള്ള applicants എത്ര പേര്, how many, എത്ര പേര് റിക്രൂട്ട് ചെയ്തു? Out of the total number of applicants, how many were recruited? Then third question, okay, out of the total number of candidates recruited, total number of, out of total number of candidates recruited, മൊത്തം റിക്രൂട്ട് ചെയ്ത കാൻഡിഡേറ്റ്സിൽ how many were able to complete the probation period successfully? അപ്പൊ നമ്മൾ ഔട്ട് ഓഫ് എത്ര പേര് ആ റിക്രൂട്ട് ചെയ്തു, അതിൽ വെച്ചിട്ട് എത്ര ആളുകള്, എത്ര കാൻഡിഡേറ്റ്സ് ആ പ്രൊബേഷൻ പീരീഡ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു? ആ പ്രൊബേഷൻ ഏതൊരു ജോലിക്കും ഉണ്ടാവുമല്ലോ പ്രൊബേഷൻ പീരീഡ്. അപ്പൊ ആ പ്രൊബേഷൻ പീരീഡ് എത്ര ആളുകള്, എത്ര കാൻഡിഡേറ്റ്സ് പൂർണ്ണമായിട്ടും വിജയകരമായിട്ട് അവര് അത് കംപ്ലീറ്റ് ചെയ്തു? What are the percentage of applicants who resigned because what was communicated to them during the interview did not match with the exact job condition? ഇനി അവിടെ പറഞ്ഞേക്കാണ് വാട്ട് വാസ് ദ പെർസെന്റേജ് ഓഫ് ആപ്ലിക്കൻസ്, ആപ്ലിക്കൻസിന്റെ പെർസെന്റേജ് എന്താണ്, എങ്ങനെയുള്ളത്? ഹു റിസൈൻഡ്, ആ ജോലി റിസൈൻ ചെയ്ത വേണ്ടാന്ന് വെച്ചിട്ടുള്ള ആപ്ലിക്കൻസിന്റെ പെർസെന്റേജ് എന്ത് മൂലം? അതായത് ജോബ് കണ്ടീഷന്റെ അത് ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് മൂലം. Because what was communicated to them during the interview, ആ ഇന്റർവ്യൂവിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഏതുമായിട്ട്? ആ ജോലിയുടെ ആ ജോബ് കണ്ടീഷനുമായിട്ട്, അതിന്റെ കൃത്യതയുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല, അതുമായിട്ട് അല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ മൂലം ജോലിയുടെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് മൂലം, അല്ലെങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്യാത്തത് മൂലം എത്ര ആപ്ലിക്കൻസ് റിസൈൻ ചെയ്തു? Then what is the percentage turnover during inappropriate selection? എന്താണ്? What is the percentage turnover? Turnover എന്ന് വെച്ചാൽ കൊഴിഞ്ഞു പോകുക. Due to inappropriate selection, അനുയോജ്യമല്ലാത്ത സെലക്ഷൻ മൂലം ഉണ്ടായിട്ടുള്ള ടേൺ ഓവർ, കൊഴിഞ്ഞു പോക്ക്, അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന്റെ പെർസെന്റേജ് എത്രയാണ്? What is the contribution of the selection method used such the test, interview, medical examination, etc.? ഇപ്പൊ ടെസ്റ്റുകള്, ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ, ഇതിനകത്ത് എങ്ങനെയുള്ള സെലക്ഷൻ മെത്തേഡ്സിൽ എന്താണ് കോൺട്രിബ്യൂഷൻ ടു ഓവറോൾ സെലക്ഷൻ, മൊത്തത്തിലുള്ള സെലക്ഷൻ പ്രോഗ്രാമിന് ഈ ടെസ്റ്റ്, ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ തുടങ്ങിയ സെലക്ഷൻ മെത്തേഡ്സിന്റെ കോൺട്രിബ്യൂഷൻ, സംഭാവന എന്താണ്? Did the forecast എന്ന് വെച്ചാൽ എന്താ? മുൻകൂട്ടി കാണുക. Done by the selection tools prove true. അതായത് ആ സെലക്ഷൻ പ്രോസസ് പറഞ്ഞിട്ടുള്ള പ്രവചനം സത്യമാണെന്ന് തെളിഞ്ഞോ? Are the selection devices used valid properly? സെലക്ഷൻ ഡിവൈസുകള് പ്രോപ്പർ ആയിട്ട് വാലിഡേറ്റ് ചെയ്തോ? വാലിഡേറ്റഡ് പ്രോപ്പറായിട്ട് അത് വാലിഡേറ്റ് ചെയ്തോ? ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അനാലിസിസ് ഓഫ് ദ റിസൾട്ട് എന്ന് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെ മതി. വെച്ചാൽ നമുക്കൊരു വിശാലവും സമഗ്രമായിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോഗ്രാം, അതിനെ നമുക്ക് അസസ് ചെയ്യുന്നതിന് നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു രൂപരേഖ തരും. അത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഓരോന്നും അതിനെ അസസ് ചെയ്യേണ്ടത്. അടുത്തതാണ് ബാരിയേഴ്സ് ടു സെലക്ഷൻ. സെലക്ഷന്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ആ പോയിന്റ്സുകള് 8 പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. 8 പോയിന്റ്സും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. സെലക്ഷന്റെ ബാരിയേഴ്സ്, ഒരു സെലക്ഷൻ പ്രോഗ്രാം, അതിന് വേണ്ടിയുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സങ്ങൾ. ബാരിയേഴ്സ് ടു സെലക്ഷൻ. ബാരിയേഴ്സ് ടു എഫക്റ്റീവ് സെലക്ഷൻ ആർ ദ ഫോളോസ്. കണ്ടോ, ഒരു ഫലപ്രദമായിട്ടുള്ള സെലക്ഷൻ അതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാ? ഒന്നാമത്തെ കാര്യം നോക്കിയാൽ ഇതാണ് ഒരു സെലക്ഷൻ പ്രോഗ്രാമിന്റെ തടസ്സം എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി ഓഫ് സെലക്ഷൻ അപ്രോച്ചസ്. സെലക്ഷൻ അപ്രോച്ചുകള്, സെലക്ഷൻ ആ ഒരു സമീപനം, അതിന്റെ വൈവിധ്യം, ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വൈവിധ്യമാർന്നിട്ടുള്ള സെലക്ഷൻ അപ്രോച്ചുകള്, സെലക്ഷൻ സമീപനങ്ങള്. The variety of selection approaches and tests represent that there is no one perfect way to choose the managers. അതായത് സെലക്ഷൻ അപ്രോച്ചുകളൊക്കെ സെയിം ആയിരിക്കോ?
അത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് വ്യത്യാസം ഉണ്ടാവും അല്ലെ. അതിന് കുറച്ച് വൈവിധ്യം ഉണ്ടാകാം, മാറ്റങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ ഫോളോ ചെയ്യുന്ന സെലക്ഷൻ അപ്രോച്ചുകൾ ആയിരിക്കില്ല വേറൊരിടത്ത്. അപ്പൊ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ സെലക്ഷൻ അപ്രോച്ചുകള്, അതിന്റെ സെലക്ഷൻ ടെസ്റ്റുകള്, ഇതൊക്കെ വൈവിധ്യമാർന്നതാണ്. അപ്പൊ അങ്ങനെ എല്ലാരും അറിയാൻ പറ്റുന്ന മാനേജേഴ്സിനെ തെരഞ്ഞെടുക്കാനായിട്ട് ഒരു പെർഫെക്റ്റ് മാർഗം ഇല്ല. ഇപ്പൊ ഞാൻ ഒരാളെ സെലക്ട് ചെയ്തു, അയാൾക്ക് കുറച്ച് കാര്യങ്ങൾ ഓക്കെ ആയിരിക്കാം, പക്ഷെ വേറെ ഓർഗനൈസേഷനിൽ ആ സെലക്ഷൻ ടെസ്റ്റുകൾക്കും സെലക്ഷൻ അപ്രോച്ചുകൾക്കും വ്യത്യാസമുണ്ട്. അപ്പൊ അത് അയാൾക്ക് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റണമെന്നില്ല. അതാണ് ഒന്നാമത്തെ ഒരു തടസ്സം എന്ന് പറയുന്നത്. പല തരത്തിലുള്ള സെലക്ഷൻ അപ്രോച്ചുകളുണ്ട്, അതുപോലെ തന്നെ സെലക്ഷൻ ടെസ്റ്റുകളുണ്ട് കണ്ടോ. അപ്പൊ നമ്മുടെ ഈ സെലക്ഷൻ ടെസ്റ്റുകളിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങള് അവിടെ അസസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതില്ല, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിലയിരുത്താൻ കഴിവുള്ള ഒരു മാനേജർ അതിനെ നമുക്ക് കിട്ടുന്നില്ല. ഒരുപാട് സെലക്ഷൻ അപ്രോച്ച് ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് ഒരു ബേസിക് അപ്രോച്ച് ഇല്ല, അതിന് ഇന്നതാണ് അങ്ങനെ ഒരു ബേസിക് അപ്രോച്ച് ഇല്ലാത്തത് കൊണ്ട് അത് ചെയ്യാൻ കഴിയുന്ന മാനേജേഴ്സിനെ തിരഞ്ഞെടുക്കാൻ ഒരു പെർഫെക്റ്റ് മാർഗം ഇല്ല. അതായത് എല്ലാം അറിയാൻ പറ്റുന്ന ഒരു മാനേജേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു മാർഗമില്ല. എന്തുകൊണ്ടാ? സെലക്ഷൻ ടെസ്റ്റുകൾ വ്യത്യാസമുണ്ട്, സെലക്ഷൻ അപ്രോച്ചുകൾ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം അറിയാവുന്ന, ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ്, ഒരു നല്ലൊരു മാനേജേഴ്സിനെ തിരഞ്ഞെടുക്കാൻ ഫലപ്രദമായിട്ടുള്ള മാർഗമില്ല. ഒന്നാമത്തെ പോയിന്റ് എന്താണ് ഒരു തടസ്സം? ഡൈവേഴ്സിറ്റി ഓഫ് സെലക്ഷൻ സെലക്ഷൻ അപ്രോച്ചുകളില് അല്ലെങ്കിൽ സെലക്ഷൻ ടെസ്റ്റുകളിലുള്ള വൈവിധ്യം. ക്ലിയർ ആയ ഒന്നാമത്തെ പോയിന്റ്. ഫസ്റ്റ് ആ നിങ്ങളെ മെയിൻ ഹെഡിങ്ങുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. അവിടെ മെയിൻ ഹെഡിങ്ങുകൾ അണ്ടർലൈൻ ചെയ്തിടാം. അപ്പൊ ആരിയസിലും ഇൻക്ലൂഡ് ചെയ്യേണ്ടതോ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. അപ്പൊ സെലക്ഷൻ അപ്രോച്ചുകളും സെലക്ഷൻ ടെസ്റ്റ് വ്യത്യാസമാണ്. അപ്പൊ അതെല്ലാം അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു നമുക്ക് അങ്ങനെയുള്ള ഒരു മാനേജറിനെ തിരഞ്ഞെടുക്കാൻ ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗം ഇല്ല. ഇനി രണ്ടാമത്തെയാണ് ചേഞ്ചിങ് ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്. ഓർഗനൈസേഷന്റെ അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കും. ചേഞ്ചിങ് ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്. Organizational environment has a tendency to change with the period of time. കാലാകാലങ്ങളില് ഇങ്ങനെ നമ്മളത് ഓർഗനൈസേഷന്റെ അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കും. The organization environment is also influenced by the designated person. അന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ്. The organization environment, ആ ഓർഗനൈസേഷൻ, ആ ഒരു സ്ഥാപനത്തിന്റെ പരിസ്ഥിതി എന്ന് പറയുന്നത് എന്താണ്? അതിനെ ആരെയാ സ്വാധീനിക്കുന്നത്? ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡെസിഗ്നേറ്റഡ് പേഴ്സണൽ. അവിടെ നിയോഗിച്ചിട്ടുള്ള പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ആരാ? സ്റ്റാഫുകളാണ് കേട്ടോ. PRSONNEL സ്പെല്ലിംഗ് നോക്കുക. പേഴ്സണൽ സ്റ്റാഫുകൾ. അപ്പൊ അവിടെ എന്താ ആ ഒരു സെലക്ഷൻ, നമ്മുടെ ആ ഓർഗനൈസേഷൻ അന്തരീക്ഷം എന്ന് പറയുന്നത്, ആ ഒരു പരിസ്ഥിതി എന്ന് പറയുന്നത് അവിടെ നിയോഗിച്ചിട്ടുള്ള സ്റ്റാഫിനെ സ്വാധീനിക്കും, അതിനനുസരിച്ചായിരിക്കും. ഓക്കെ. ഇപ്പൊ എന്റെ ഒരു പൊസിഷനിൽ എത്തി കഴിഞ്ഞാല് അവിടുത്തെ ഒരു എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കും, ഞാൻ എങ്ങനെ ചെയ്യണേന്നൊക്കെ ബേസ് ചെയ്തിരിക്കും. ഇപ്പൊ ഞാൻ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരിക്കും അല്ലെ, ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അവിടെ. ശരിയല്ലേ? അപ്പൊ എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാരും കറക്റ്റ് ആയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. ഇനിയിപ്പോ എന്താ പറയാ, ഇപ്പൊ ഞാൻ അവിടെ വളരെ ലിബറൽ ആയിട്ട് ഒരു സീരിയസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ എന്താണ് അവിടുത്തെ ആ ഓർഗനൈസേഷൻ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യൂലേ? അപ്പൊ അതായത് നമ്മൾ അവിടെ ഇരിക്കുന്ന ആളുകൾ ബേസ് ചെയ്തിരിക്കുന്ന ആ സ്റ്റാഫിനെ ബേസ് ചെയ്തിട്ട് ഓർഗനൈസേഷന്റെ അന്തരീക്ഷം അല്ലെങ്കിൽ എൻവയോൺമെന്റ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ അവിടുത്തെ സ്റ്റാഫുകൾ എങ്ങനെയാണ്, അതിനനുസരിച്ച് അവിടുത്തെ പരിസ്ഥിതിയിൽ മാറ്റം വരും. Everyone has its unique working style and result. ഓരോരുത്തർക്കും ഇല്ലേ അവരുടേതായ ഒരു വർക്കിംഗ് സ്റ്റൈലും റിസൾട്ടും അല്ലെ? ഓരോരുത്തരും ഇപ്പൊ എന്റെ ഒരു വർക്കിംഗ് ഇതുപോലെ ആയിരിക്കില്ല. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തന്നെ അറിയാലോ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ 3 ടീച്ചേഴ്സ് വന്ന് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എല്ലാവരും ഒരേപോലെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ലാംഗ്വേജും എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒരുപോലെയാണെന്ന് പറയാൻ പറ്റുമോ? എല്ലാവർക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള ഒരു ടീച്ചിങ് സ്റ്റൈല് അല്ലെ?
അത് നമുക്കത് എന്താ പറയാ, അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവരുടേതായ ഒരു യൂണിക് സ്റ്റൈൽ ഉണ്ട്. They introduce different managerial values and style as when they come into power. അപ്പൊ അവരുടെ ആ ഒരു പവർ അവരവിടെ കാണിക്കും. പല മൂല്യങ്ങള്, അതുപോലെ സ്റ്റൈല്, ആൻഡ് ദെൻ കമ്മിങ് ടു പവർ. അങ്ങനെ ആ രീതിയിൽ അവരുടെ അധികാരം കാണിക്കും. ഇപ്പൊ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ഓർഗനൈസേഷൻ എങ്ങനെയാണെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ, സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ, നല്ല രീതിയിൽ തന്നെ ഫോളോ ചെയ്യും. അപ്പൊ അവിടെ നിയോഗിച്ചിട്ടുള്ള ആ സ്റ്റാഫുകളെ ബേസ് ചെയ്തിട്ടിരിക്കും. Thus, the technique and instrument used for selection purposes are not a definite way to forecast what people will do. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ സെലക്ഷൻ പ്രോഗ്രാമില് പല ടെക്നിക്കുകളും അതുപോലെ തന്നെ മെത്തേഡ്സ് നമ്മൾ ഉപയോഗിച്ചു എന്ന് വയ്ക്കാം. സെലക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അപ്പൊ അത് മുൻകൂട്ടി കാണാനായിട്ട് ഒരു ഡെഫിനിറ്റ് മാർഗമാണ് അത്. ഇപ്പൊ ഞാൻ എങ്ങനെ ചെയ്യണേന്ന് എനിക്ക് അന്നേരം അറിയാൻ പറ്റുമോ? There is not a definite way to forecast what the people will do. എന്താണ് ആളുകൾ ചെയ്യണേ എന്നുള്ളത് മുൻകൂട്ടി കാണാൻ ഒരു ഡെഫിനിറ്റ് മാർഗമില്ല അവിടെ. ഇപ്പൊ എനിക്ക് അവിടെ പൊസിഷൻ തന്ന ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോഴല്ലേ ഞാൻ എങ്ങനെ ചെയ്യണേന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ആ സെലക്ഷനിൽ ആ സമയത്ത് തന്നെ ഇയാള് ഇങ്ങനെ ചെയ്യും എന്ന് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റുമോ? ഇല്ല. കണ്ടോ, even if they have the capacity of doing it, അത് നല്ല നമുക്ക് എന്താ പറയാ, എങ്ങനെ നമുക്ക് അവർക്ക് നല്ല രീതിയിൽ അത് ചെയ്യോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ളതിന് നമുക്ക് അത് മുൻകൂട്ടി കാണാനായിട്ട് പ്രത്യേകം ഒരു മാർഗമൊന്നും ഇല്ല എന്നാ പറഞ്ഞേക്കണത്. അപ്പൊ ഏത് ടെക്നോളജി അതുപോലെ തന്നെ സെലക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചാലും നമുക്കത് മുൻകൂട്ടി കാണാൻ പറ്റില്ല. അയാൾ ആ പോസ്റ്റിലേക്ക് വരുമ്പോഴാണ് അയാൾ ഏത് രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യും, എങ്ങനെയൊക്കെ പോകും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഓർഗനൈസേഷന്റെ ഒരു പരിസ്ഥിതി അവിടെ നിയോഗിച്ചിട്ടുള്ള സ്റ്റാഫിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അതാണ് അടുത്ത ഒരു സെലക്ഷന്റെ ബാരിയർ എന്ന് പറയുന്ന തടസ്സം. നമുക്ക് അവിടെ മുൻകൂട്ടി കാണാൻ പറ്റില്ല. ഇന്ന ആളെ അവിടെ കൊണ്ടുവന്ന് ആ ഒരു പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ ഈ രീതിയിൽ ചെയ്യുമെന്ന് നമുക്ക് മുൻകൂട്ടി ഒരു പരിധിവരെ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ അയാൾ എങ്ങനെയാണ്, അയാളുടെ സ്റ്റൈൽ എങ്ങനെയാണ്, ഓരോരുത്തർക്കും അവരുടേതായ വർക്കിംഗ് സ്റ്റൈൽ ഉണ്ട്. അപ്പൊ അയാളുടെ സ്റ്റൈൽ എങ്ങനെയാണ്, അയാൾ എങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് അവിടെ ഇരിക്കും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ എന്ത് ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചാലും എന്താണ് ആ പേഴ്സൺ എങ്ങനെ അത് നമുക്ക് അവിടെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. അതിനെ കുറിച്ചുള്ള അത് മനസ്സിലാക്കാൻ കൃത്യമായിട്ടുള്ള മാർഗമില്ല. രണ്ട് പോയിന്റ്സ് ക്ലിയർ ആയോ? അപ്പൊ സെക്കൻഡ് സെന്റൻസ് അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. മൂന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ ഒരു വർക്കിംഗ് സ്റ്റൈൽ ഉണ്ട്. They introduce different managerial values and style. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള മൂല്യങ്ങള് അല്ലെങ്കിൽ സ്റ്റൈല് ഇതൊക്കെ അവരുടെ അധികാരത്തിൽ വരുമ്പോൾ അവരത് ചെയ്യും. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ പോയിന്റും ബാരിയർ എന്താന്നുള്ളത്. യെസ്. ഇനി അടുത്തത് നോക്കിയേ, ടൈം ആൻഡ് കോസ്റ്റ് എക്സ്പെൻസ്. ഇനി അടുത്തൊരു കാര്യമാണ് സെലക്ഷന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ് ടൈം. വേണ്ട, ഇതൊരു ടൈം എടുക്കുന്ന ഒരു കാര്യമല്ലേ. പിന്നെ സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടി ഒരുപാട് കോസ്റ്റ് ആവില്ലേ, അതും ഒരു തടസ്സമാണ്. Most important element in the selection and the recruitment process are the time and the cost incurred while taking the HR decision. അപ്പൊ ഒരു എന്താ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് സമയവും കോസ്റ്റും അതിനു വേണ്ടി ചെലവാകും. അപ്പൊ അതുകൊണ്ട് എന്താണ് HR മാനേജർ ഇതിനെ കുറിച്ചുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ അവിടെ എന്താ അവര് നോക്കണം, ടൈമും കോസ്റ്റും അവിടെ കൺസിഡർ ചെയ്യണം. It becomes necessary to recognize these elements such as advertising expense വരൂലേ, അല്ലേ? അഡ്വർടൈസ്മെന്റ് നടത്തണം, അഡ്വർടൈസ്മെന്റിന് വരും ഏജൻസിയുടെ ഫീസ്, കോസ്റ്റ് ഓഫ് ടെസ്റ്റ് മെറ്റീരിയൽ അതിനുള്ള കോസ്റ്റ്, ടൈം സ്പെൻഡ് ഇൻ ദ ഇന്റർവ്യൂ പ്രോസസ്,
ആ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് 1 മണിക്കൂറാണെങ്കിൽ ഇന്റർവ്യൂവിന് 1 മണിക്കൂറാണെങ്കിൽ ആ 1 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യണം. അത് പോസ്റ്റ് ഇൻക്വയറി റെഫറൻസ് ചെക്കിംഗ്, റെഫറൻസ് ചെക്കിങ്ങിന് വേണ്ടി വരുന്ന ചെലവാകുന്ന പോസ്റ്റ്, മെഡിക്കൽ എക്സാമിനേഷൻ എക്സെട്ര. അവർക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ പറഞ്ഞില്ലേ, ആ ഫിസിക്കൽ എക്സാമിനേഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്താ ഒരുപാട് സമയവും വരും, ടൈമും ആകും. അപ്പൊ അടുത്ത മൂന്നാമത്തെ ഒരു കാര്യമാണ് സെലക്ഷൻ പ്രോസസ്സിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യം ഏതാ? ടൈമും കോസ്റ്റും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാ. The time and cost incurred while taking HR decision. അപ്പൊ HR മാനേജർ ഡിസിഷൻ എടുക്കുമ്പോൾ ഈ ടൈമും കോസ്റ്റും അവരവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തതാണ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ചപ്പാടുകള്. കാഴ്ചപ്പാടുകള്, പെർസെപ്ഷൻ. Another barrier in selection is the right candidates is the lack of ability to understand others correctly. അണ്ടർലൈൻ ചെയ്തിട്ടേ. അടുത്തൊരു സെലക്ഷന് തടസ്സം നിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞ എന്താണ്? നമുക്ക് എബിലിറ്റി, ലാക്ക് ഓഫ് എബിലിറ്റി. Right candidates is the lack of ability to understand others correctly. നമുക്ക് സെലക്ഷൻ നടത്തുമ്പോൾ കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റി നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അല്ലേ, അതായത് സെലക്ഷൻ നമ്മൾ നടത്തുമ്പോൾ ആ കാൻഡിഡേറ്റ്സിനെ പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ലാക്ക് ഓഫ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് കറക്റ്റ്ലി. ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അവർക്കിടെ പൂർണ്ണമായിട്ടും കഴിവുകൾ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. Selection technique. Selection requires an individual or a group to measure and compare the respective competencies of others with the objective of choosing the right candidates for the job. അതല്ലേ സെലക്ഷന്റെ ഒരു ഇതെന്ന് വെച്ചാൽ കുറെ ആപ്ലിക്കൻസ് ഉണ്ട്, അതില് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യുക, ചൂസ് ചെയ്യുക. അതാണ് ഒരു സെലക്ഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. However, our views are much personalized in nature. Everyone perceives the world in a different manner. ഓരോരുത്തർക്കുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസമാണ്. Our restricted perception ability is clearly an uncertain barrier to logical selection people. Selection നടത്തുമ്പോൾ നമുക്ക് ആ കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റീസ് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകണമെന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായ വീക്ഷണമുണ്ട്. പലരും പല രീതിയിലാണ് ഓരോ കാര്യങ്ങളെയും വിലയിരുത്തുന്നത്. ആ വിലയിരുത്തുന്നതിന്റെ രീതി നമുക്ക് തടസ്സം തന്നെയാണ്. അപ്പൊ ആ രീതിയില് നമുക്ക് എന്ത് വരാറുണ്ട്? ആ സെലക്ഷന് പോരായ്മകള് വരാറുണ്ട്. ഉണ്ടോ? അവർ റെസ്ട്രിക്റ്റഡ് പെർസെപ്ഷൻ, നമ്മുടെ പരിമിതമായിട്ടുള്ള ആ ധാരണ, ആ പെർസെപ്ഷൻ, കാഴ്ചപ്പാടുകള്, അതെന്താണ്? നമുക്ക് എന്തിന് കാരണമാകും? Our restricted perception ability is clearly an uncertain barrier. ഇതൊരു തടസ്സമാണ് to the logical selection of the people. ആളുകളുടെ യുക്തിസഹമായ തെരഞ്ഞെടുപ്പിന് വ്യക്തമായും അനുചിതമായിട്ടുള്ള ഒരു തടസ്സം തന്നെയാണ് ഈ പെർസെപ്ഷൻ. അതായത് ഓരോരുത്തർക്കുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ആ കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അല്ല, ഓരോരുത്തർക്കും കാഴ്ചപ്പാടെന്ന് പറഞ്ഞ വ്യക്തിപരമാണ്. ഞാനിപ്പോ കാണുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ ഓരോരുത്തരും അതിനെ കാണുന്നത്. ആ കാഴ്ചപ്പാടുകള് വ്യത്യാസമുണ്ട്. ഓരോരുത്തരും വ്യക്തിപരമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. അവർ റെസ്ട്രിക്റ്റഡ് പെർസെപ്ഷൻ എബിലിറ്റി ഈസ് ക്ലിയർലി ആൻ അൺസർട്ടൻ ബാരിയർ. ഒരു ബാരിയർ ആണെന്ന് ടു ദ ലോജിക്കൽ സെലക്ഷൻ ഓഫ് ദ പീപ്പിൾ. നമുക്ക് ഒരു നിയന്ത്രിതമായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പരിമിതമായിട്ടുള്ള ആ കാഴ്ചപ്പാടുകള് ഒരു സെലക്ഷന്റെ ഒരു ബാരിയർ ആണ്. ഓക്കെ, അതായത് ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പൊ ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിലല്ല നിങ്ങൾ നോക്കുന്നത്. ഓക്കെ, അടുത്തതാണ് അഞ്ചാമത്തെയാണ് ഫെയർനെസ്. ഫെയർനെസ് എന്ന് പറഞ്ഞാൽ എന്താ? നീതിപൂർവമായ പെരുമാറ്റം അല്ലെങ്കിൽ നീതി. ഫെയർനെസ്.
Fairness is a selection process means that there is no discrimination and biases. Biases എന്ന് പറഞ്ഞാൽ പക്ഷപാതങ്ങൾ. Against any individual on the basis of religion, race, gender, etc. ഇനി അടുത്തൊരു സെലക്ഷന്റെ തടസ്സം എന്ന് പറഞ്ഞതാണ് ഇത് നീതി അല്ലെങ്കിൽ നീതിപൂർവമായിട്ടുള്ള പെരുമാറ്റം. ഇപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് ഈ ശരിക്കും ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുണ്ട് അല്ലെ. The fairness is the selection process means that there is no discrimination. ഒരു വിവേചനവും പാടില്ല, അല്ലെങ്കിൽ ഒരു പക്ഷപാതവും പാടില്ല. ഏതിനെ? against any individual. റിലീജിയന്റെ പേരിൽ എന്താ ഒരു ഇതും പാടില്ല. പിന്നെ അതുപോലെ റേസ്, നമ്മുടെ വംശം, ജെൻഡർ, നമ്മുടെ മെയില് ഫീമെയില്, അതിന്റെ ഒരു ബേസിൽ ശരിക്കും ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല ശരിക്കും. However, the attempt to reduce the gap have not been very effective. The less, അതിനൊരു എക്സാമ്പിൾ ആ പറഞ്ഞേക്കുന്നത്, the less number of women and other underprivileged section of society in the middle and senior management position. Like middle senior management position നമുക്ക് സ്ത്രീകളിലെ വളരെ കുറവായിട്ട്, less number of women, like സ്ത്രീകൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതെന്ന് വെച്ചാൽ മെയിൽസിന്റെ അത്രയും എണ്ണം ചിലപ്പോ ഹയർ പൊസിഷനിലേക്ക് ഫീമെയിൽസിന് കാണുന്നു പറയില്ല. പിന്നെ അതുപോലെ തന്നെ അണ്ടർ പ്രിവിലേജ്ഡ് സെക്ഷൻ, സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളില്ലേ, അവരോടുള്ള ഇതൊക്കെ നമുക്ക് എന്താ പറയാ, ഒരു ഇതിന് തടസ്സം നിൽക്കുന്ന കാര്യം, സെലക്ഷന് തടസ്സം നിൽക്കുന്ന കാര്യം. ആൻഡ് ഓപ്പൺ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഏജിങ്, ജോബ് അഡ്വർടൈസ്മെന്റ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ജോബ് അഡ്വർടൈസ്മെന്റില് ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കും പരസ്യങ്ങളില് അല്ലെ. അതെ, നമുക്ക് ഏജിന്റെ കാര്യത്തില് ഇപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, നമുക്ക് ചില അഡ്വർടൈസ്മെന്റ് വരുമ്പോൾ അവരൊരു ഏജ് ലിമിറ്റ് അവിടെ പറയല്ലേ, 30-നും 40-നും ഇടയിലുള്ളവരെ അപ്ലൈ ചെയ്യുക, 20-നും 25-നും ഇടയിലുള്ളവരെ അപ്ലൈ ചെയ്യുക എന്ന് നിങ്ങൾ മിക്ക അഡ്വർടൈസ്മെന്റിൽ കാണുന്നില്ലേ, കാണാറില്ലേ അങ്ങനെ ഒരു കാര്യം? അതും നമ്മളൊരു ഡിസ്ക്രിമിനേഷൻ ആണ് ശരിക്കും കാണിക്കുന്നത്, ഒരു വിവേചനാണ് കാണിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ സെലക്ഷന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. And in the selection process are visible example. ഇതെല്ലാം ഏതിനെയാണ്? ഡിസ്ക്രിമിനേഷന് എക്സാമ്പിൾ, വിവേചനത്തിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഈ സെലക്ഷന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മൾ പറഞ്ഞു ഹയർ പൊസിഷനില് സ്ത്രീകളുടെ എണ്ണം കുറവായിരിക്കും, പിന്നെ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളിൽ ഉള്ളവരുടെ എണ്ണം ചിലപ്പോൾ കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളോട് ഒരു വിവേചനം കാണിക്കുന്നതാണ് ജോബ് അഡ്വർടൈസ്മെന്റിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഏജിന്റെ ആ ഒരു ഇത് വരുന്നത്. ഇതെല്ലാം ഡിസ്ക്രിമിനേഷന് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ അതും സെലക്ഷനെ തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ്, നീതിപൂർവമായിട്ടുള്ള പെരുമാറ്റം. ഇനി അടുത്തതാണ് വാലിഡിറ്റി. എല്ലാ ശരിക്കും എന്താ പറയാ, എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരുപോലെ കാണണമെന്നാണ് അല്ലെ. പക്ഷെ പലപ്പോഴും ചിലപ്പോഴും അത് നടപ്പാകാറില്ല, ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നുണ്ട്. അതിന് ആ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തതാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു ഫോർകാസ്റ്റ് ദ ജോബ് പെർഫോമൻസ് ഓഫ് ദ, അതിനകത്ത് നമ്മൾ ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. അങ്ങനെ ഒരു വിവേചനം പാടില്ല. റിലീജിയന്റെ ബേസില്, റേസ്, നമ്മുടെ വംശത്തിന്റെ ബേസില്, ജെൻഡർ, മെയിൽ ഫീമെയില്, അതിന്റെ ബേസിലൊന്നും എന്താണ് ഒരു ബയാസസ്, പക്ഷഭേദോ ഡിസ്ക്രിമിനേഷനോ ഒന്നും പാടില്ല എന്നാണ് ശരിക്കും. എന്നാൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് നടപ്പാവുന്നില്ല. അത് ചില ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഉണ്ട്, ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അതിന് എക്സാമ്പിളുകളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത നോക്കിയ വാലിഡിറ്റി. വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റ് ഒരു വാലിഡ് ആവണം അല്ലെ, വാലിഡിറ്റി. In order to forecast the job performance of the candidates, the validity of the test is used. ആ ടെസ്റ്റിന്റെ നമ്മൾ ഫോർകാസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, മുൻകൂട്ടി കാണുക. കാൻഡിഡേറ്റ്സിന്റെ ജോബ് പെർഫോമൻസ് അത് മുൻകൂട്ടി കാണുന്നത് ഈ ടെസ്റ്റിന്റെ വാലിഡിറ്റി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, വാലിഡ് ടെസ്റ്റ് can easily find the gap between the candidates who are able to perform well and those who are not. Then ആ ഒരു എന്താണ്, ഒരു ഗ്യാപ്പ് നമുക്ക് നികത്താൻ പറ്റുന്നത്. ഒരു ടെസ്റ്റ് വാലിഡ് ആണെങ്കിൽ
എല്ലാ ഇതിനും ഒരുപോലെ ഒരു വാലിഡിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്ക് കാൻഡിഡേറ്റ്സ് തമ്മിലുള്ള ആ ഗ്യാപ്പ് നികത്താനായിട്ട് പറ്റും. പിന്നെ അതുപോലെ നോക്കി therefore any valid test cannot forecast job success. ഈ ജോബ് സക്സസ് എന്താണ് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല എന്ന്. It can only increase the chances of the success. ആ സെലക്ഷന്റെ ആ വിജയത്തിന്റെ സാധ്യത കൂട്ടാനേ കഴിയുള്ളൂ. അല്ലാതെ any valid test cannot forecast ജോബ് സക്സസ് കൃത്യമായിട്ട് ജോലിയുടെ ആ ഒരു വിജയം മുൻകൂട്ടി കാണാൻ പറ്റില്ല. ഒരു വ്യക്തിയുടെ പെർഫോമൻസ് ആണ് അവിടെ. ആ വ്യക്തിയെ വിലയിരുത്തുന്നത് നമുക്ക് സെലക്ഷൻ കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ അറിയാൻ പറ്റുള്ളൂ. നമുക്കത് ആ ഒരു സെലക്ഷൻ കഴിഞ്ഞു അവർക്ക് ആ പോസ്റ്റിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് എന്താ അവരെ ശരിക്കും വിലയിരുത്താൻ പറ്റുള്ളൂ. വാലിഡിറ്റി. അപ്പൊ നമുക്ക് ആ ഒരു നല്ലൊരു വാലിഡ് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് പൂർണ്ണമായിട്ടും ജോബ് സക്സസ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതിന്റെ ആ വിജയത്തിന്റെ ഒരു സാധ്യത നമുക്ക് കൂട്ടാനേ പറ്റുള്ളൂ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ജോബ് പെർഫോമൻസ് മുൻകൂട്ടി കാണുന്നതിന് ടെസ്റ്റിന്റെ വാലിഡിറ്റി ഉപയോഗിക്കും. പിന്നെ അടുത്തത് മൂന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. വാലിഡ് ടെസ്റ്റ് cannot forecast. മുൻകൂട്ടി കാണാൻ പറ്റില്ല ജോബ് സക്സസ് ആക്യുറേറ്റ്ലി. കൃത്യമായിട്ട് ജോബിന്റെ വിജയം നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല. ഇനി അടുത്താണ് റിലയബിലിറ്റി. വാലിഡിറ്റി എന്ന് പറഞ്ഞ സാധ്യത എന്നുള്ളതാട്ടോ മീനിങ്. റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വിശ്വസ്തത. റിലയബിലിറ്റി. An interview is said to be reliable. ഒരു ഇന്റർവ്യൂ റിലയബിൾ ആകുന്നത്, വിശ്വസനീയമാകുന്നത് എപ്പോഴാ? only when it is generating consistent result again and again in simultaneous situation. ഒരു ടെസ്റ്റ് നമുക്ക് വിജയമാകണം എന്ന് പറയാം, ഒരു വിശ്വസനീയമാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം റിസൾട്ട് ഉണ്ടാക്കണം. അല്ലെ? സെയിം റിസൾട്ട് വന്നാലാണ് ആ ടെസ്റ്റ് ഒരു എന്താ നമുക്കൊരു ഇന്റർവ്യൂ നമുക്ക് ഒരു വിശ്വസനീയമാണെന്ന് പറയാൻ പറ്റുള്ളൂ. സെയിം റിസൾട്ട് കിട്ടിയാൽ മാത്രം. സിമിലർ ടു വാലിഡ് ടെസ്റ്റ്. വാലിഡ് ടെസ്റ്റിൽ സമാനമായി റിലയബിൾ ടെസ്റ്റ് മേ ബി ഷോർട്ട് ടു ഫോർകാസ്റ്റ് ജോബ് പെർഫോമൻസ് ആക്യുറേറ്റ്ലി. ജോബ് പെർഫോമൻസ് നമുക്ക് മുൻകൂട്ടി കാണാൻ ശരിക്കും പറ്റില്ല. വാലിഡ് ടെസ്റ്റിന് സമാനമായി റിലയബിൾ ടെസ്റ്റിനും അതെന്താണ് ജോലിയുടെ പെർഫോമൻസ് കൃത്യമായിട്ട് മുൻകൂട്ടി കാണാൻ പറ്റില്ല. ഒരേപോലെയുള്ള റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഇന്റർവ്യൂ റിലയബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അത് പലർക്കും പല വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇന്റർവ്യൂ നമുക്ക് വിശ്വസനീയമല്ല. ഇപ്പൊ നമ്മളോട് ഒരു രീതി കാണിച്ചു, വേറെ ആൾക്കാരോട് വേറെ രീതി കാണിച്ചു, എന്നാൽ എന്താ പറയാ ആ ഒരു ഇതിനകത്ത് വരും. അപ്പൊ എപ്പോഴും ഒരു ഇന്റർവ്യൂ വിശ്വസനീയമാണെന്ന് പറയുന്നത് എപ്പോഴാണ്? വീണ്ടും വീണ്ടും നമ്മൾ ആ സെയിം റിസൾട്ട് വരുമ്പോൾ മാത്രമാണ് ഇന്റർവ്യൂ റിലയബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി വാലിഡ് ടെസ്റ്റിന് സമാനമായിട്ട് റിലയബിൾ ടെസ്റ്റിനും ജോബ് പെർഫോമൻസ് കൃത്യമായിട്ട് പ്രവചിക്കാൻ അല്ലെങ്കിൽ മുൻകൂട്ടി കാണാൻ കഴിയില്ല. റിലയബിലിറ്റി. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. ഇനി അടുത്തതാണ് ഈ സെലക്ഷൻ തടസ്സം നീക്കുന്ന ഒരു കാര്യമാണ് പ്രഷർ ഓൺ സെലക്ടേഴ്സ്. ഇനി സെലക്ടേഴ്സിന്റെ പ്രഷർ, ഒരു സമ്മർദ്ദം, ഒരു ഫോഴ്സ്. Sometimes the candidates are selected only because of the pressure created on selectors by the politician, bureaucrats, relatives, friends, and peer group എന്ന് വെച്ചാൽ നമ്മുടെ സെയിം ഇത് ഫോർ സെലക്ഷൻ പർപ്പസസ് അല്ലെ. ഇനി ഒരു സെലക്ഷന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യമാണ് സെലക്ടേഴ്സ്. പ്രഷർ ഓൺ സെലക്ടേഴ്സ്. സെലക്ടേഴ്സ് എന്തെങ്കിലും പ്രഷർ ചെയ്യും. ഇപ്പൊ നമുക്കൊരു ജോലി നമ്മളെല്ലാവരും ഒരേ സമയം അതിനകത്തായിട്ട് അപ്ലൈ ചെയ്ത, പക്ഷെ എനിക്ക് മാത്രം ജോലി കിട്ടി. എന്താ? എനിക്ക് അവിടെ നല്ല പ്രഷർ ഉണ്ടായിരുന്നു. അതായത് ഞാൻ പൊളിറ്റീഷ്യനെ ആരെങ്കിലും കണ്ട് പറയിപ്പിച്ച് എനിക്ക് ചിലപ്പോൾ ആ ജോലി കിട്ടിയതായിരിക്കും. അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും അവിടെ ഉണ്ടാവാം. അപ്പൊ എന്താണ്? ഒരു പ്രഷർ അവിടെ വന്നില്ലേ? അപ്പൊ എനിക്ക് ജോലി കിട്ടണമെന്ന് ഒരു റെക്കമെൻഡേഷൻ അവിടെ വന്നു. അങ്ങനെ സെലക്ഷൻ പ്രോസസ്സിന് തടസ്സം നിൽക്കുന്ന ഒരു കാര്യം അല്ലേ?
അങ്ങനെയൊക്കെ കിട്ടാറില്ലേ? ഇപ്പൊ സെയിം ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്, നമുക്ക് എല്ലാവർക്കും തുല്യമായിട്ട് ജോലി കിട്ടാനുള്ള ഒരു ഇതുണ്ട്. പക്ഷേ അല്ലെങ്കിൽ സെലക്ഷന് വന്നപ്പോൾ അവിടെ ആരുടെയെങ്കിലും ഒരു പ്രഷർ, ഒരു സമ്മർദ്ദം, ഇടപെടലുകൾ, പൊളിറ്റീഷ്യൻ, ബ്യൂറോക്രാറ്റ്സ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഓർ പിയർ, ഇവർക്കുടെയൊക്കെ പ്രഷർ മൂലം ചിലപ്പോ നമുക്ക് എന്താണ് ആ സെലക്ഷനിൽ എന്താ ഒരു അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതല്ലല്ലോ വന്നത്, മറ്റുള്ളവർ പറഞ്ഞിട്ട് കിട്ടിയ ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അത് സെലക്ഷന് തടസ്സം നിൽക്കുന്നതാണ് ഒരു ഇങ്ങനെയുള്ള പ്രഷർ എന്ന് പറയുന്നത്. Obviously, the candidate selectors are not well fit for the job. ചിലപ്പോ എന്താ കാൻഡിഡേറ്റ്സ് അതിന് ഫിറ്റ് ആവണമെന്നില്ല, ചിലപ്പോ എനിക്ക് അത്രയും ക്വാളിഫിക്കേഷൻ ഇല്ലായിരിക്കും, പക്ഷെ ഏതെങ്കിലും പൊളിറ്റീഷ്യൻസ് വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയതായിരിക്കും കണ്ടോ. അപ്പൊ ആ ജോലിക്ക് നല്ല ഫിറ്റ് ആവില്ല ചിലപ്പോൾ. Then generally in the selection meeting of public sector undertaking take place because of its pressure. പറഞ്ഞേക്കുന്നത് നോക്കി, അങ്ങനെയുള്ള നിയമങ്ങള് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലക്ഷൻ പ്രോസസ്സിൽ തടസ്സം നിൽക്കുന്നതാണ്. സാധാരണയായിട്ട് നമുക്ക് സെലക്ഷൻ എവിടേക്കാണ്? ജനറലി ദ സെലക്ഷൻ മീറ്റിംഗ് ഓഫ് പബ്ലിക് സെക്ടർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സെലക്ഷൻ മീറ്റിങ്ങുകള് കണ്ടോ. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് യോഗം നടക്കുന്നത് ഇതുപോലെ തന്നെ പ്രഷർ മൂലം. ഇപ്പൊ പബ്ലിക് സെക്ടേഴ്സിലെ പൊതുമേഖലയിലൊക്കെ ആണെങ്കിലും നമുക്ക് പ്രഷർ എന്തെങ്കിലും കാര്യങ്ങളോ ആരെങ്കിലും നമ്മൾ ഫോഴ്സ് ചെയ്യാനോ നമ്മുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടെ കിട്ടാനുള്ള ഒരു ഇതുണ്ട്. അത് സെലക്ഷനെ തടസ്സം നിൽക്കുന്ന കാര്യമാണ്. നിങ്ങൾ ആ പോയിന്റ്സ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. എന്തൊക്കെയാണ് ഒരു സെലക്ഷന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങള്, ബാരിയേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് എന്താ പറഞ്ഞത്? സെലക്ഷൻ, പലതരത്തിലുള്ള സെലക്ഷൻ അപ്രോച്ചുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നോക്കാൻ പറ്റിയ മാനേജർമാരെ കിട്ടില്ല. പിന്നെ ഓർഗനൈസേഷന്റെ അന്തരീക്ഷമാണ് പറഞ്ഞത്. ഓർഗനൈസേഷന്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അവിടെ ഡെസിഗ്നേറ്റഡ് പേഴ്സൺ, അവിടെ നിയുക്തമായിട്ടുള്ള ആളെ ബേസ് ചെയ്തിരിക്കും. ഇപ്പൊ ഞാൻ നല്ല സ്ട്രിക്റ്റ് ആളാണെങ്കിൽ അവിടെ അങ്ങനെയായിരിക്കും, ഞാൻ ഇച്ചിരി ലിബറൽ ആയിട്ടുള്ള ആളാണെങ്കിൽ അവിടെ എല്ലാം അഴകുടഞ്ഞ രീതിയിലായിരിക്കും പോകുന്നത്. ഓക്കെ, അത്. പിന്നെ അടുത്തതാണ് നമ്മുടെ സെലക്ഷന് വേണ്ടി വരുന്ന ടൈം കോസ്റ്റ്. പിന്നെയാണ് ഓരോരുത്തരുടെയും പെർസെപ്ഷൻ, കാഴ്ചപ്പാടുകള്. നമുക്ക് ശരിക്കും പറയാൻ പറ്റൂല, ശരിയായ കാൻഡിഡേറ്റ്സിന് നമുക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി ഒന്നും കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകള് നമുക്ക് മുൻകൂട്ടി അറിയാനൊന്നും പറ്റില്ല. പിന്നെ അടുത്താണ് ഫെയർനെസ്, അതായത് നീതി പൂർവമായിട്ട് എല്ലാവരെയും കാണണമെന്നാണ്, പക്ഷെ പല ഇതിനകത്തും നമുക്ക് എന്താണ് ആ ഒരു ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞ ജോബ് അഡ്വർടൈസ്മെന്റില് ഏജ് പ്രത്യേകമായിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സീനിയർ മാനേജ്മെന്റ് പൊസിഷനില് അണ്ടർ പ്രിവിലേജ്ഡ്, സമൂഹത്തിന് പിന്നോക്ക വിഭാഗങ്ങളിലുള്ളവര്, പിന്നെ അതുപോലെ സ്ത്രീകളുടെ എണ്ണമൊക്കെ കുറവ് കാണിക്കുന്നത് ആ ഡിസ്ക്രിമിനേഷൻ ആണ്. പിന്നെ അടുത്തതാണ് ടെസ്റ്റിന്റെ വാലിഡിറ്റി, സാധുത എന്ന് പറയുന്നത്. അതും എന്താണ് ഒരു വാലിഡ് ടെസ്റ്റ് ആണെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ടും എന്താണ് ജോബ് സക്സസ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അടുത്തതാണ് റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസ്തത. ഒരു ടെസ്റ്റ് വിശ്വസനീയമാകണം എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് സെയിം റിസൾട്ടുകൾ കിട്ടണം. ഇപ്പൊ ടെസ്റ്റ് ശരിക്കും നമുക്ക് എന്താ ഒരു ഇന്റർവ്യൂ റിലയബിൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പറയാം, അതായത് ഇപ്പൊ ഡിഗ്രിക്ക് എല്ലാത്തിനും ഫുൾ മാർക്ക് കിട്ടി, നല്ലൊരാളാണ്. അപ്പൊ അയാൾക്ക് ചിലപ്പോ എന്താ പറയാ ആ ടെസ്റ്റ് ആ ഇന്റർവ്യൂ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അതായിരിക്കും. എന്നാൽ ഒന്നും അങ്ങനെ പഠിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ഇന്റർവ്യൂ നമുക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെ? അപ്പൊ ആ ഡിപ്പെൻഡിങ് അപ്പോൾ അവിടെ ആളുകളെ ബേസ് ചെയ്തിട്ട് കൂടി നോക്കും. നല്ല ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള നല്ലൊരാൾക്ക് നമുക്ക് അയാൾക്ക് ഇപ്പൊ ഇന്റർവ്യൂല് സെലക്ഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നൂല, അല്ലെ? അയാൾക്ക് അത് കിട്ടാനുള്ള ഇതുണ്ട്. എന്നാ ഒന്നും അറിയില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ചെന്നിട്ട് ഇന്റർവ്യൂ നടത്തി സെലക്ഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് റിസൾട്ട് വന്നെന്നാ പറഞ്ഞേക്കണേ. എന്നാലാണ് ആ ഒരു നമുക്ക് എന്താണ് ഒരു ഇത് ഇപ്പൊ സെലക്ഷൻ ആണെങ്കിലും നമ്മൾ വിശ്വസനീയമാണെന്ന് പറയാൻ പറ്റുള്ളൂ. റിലയബിലിറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. റിലയബിൾ ടെസ്റ്റും നമുക്ക് ജോബ് പെർഫോമൻസ് കൃത്യമായിട്ട് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. ഇപ്പൊ ടെസ്റ്റ് റിലയബിൾ ആണെങ്കിലും നമുക്ക് ആ ജോബ് പെർഫോമൻസ് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല.
പിന്നെ അടുത്താണ് പ്രഷർ ഓൺ സെലക്ഷൻ, സെലക്ഷനിലുള്ള സമ്മർദ്ദം. ഇപ്പൊ നമ്മൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ ഇല്ലെങ്കിൽ നമുക്ക് ആ ജോലി കിട്ടാനുള്ള അതേ സെലക്ഷനുള്ള ഒരു പ്രഷർ ഉണ്ട് അവിടെ. പക്ഷെ എന്താണ് അവിടെ നമുക്ക് ചിലപ്പോ ആ ജോലിക്ക് നമ്മൾ ഫിറ്റ് ആവണമെന്നില്ല. നമ്മളെക്കായി നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളവര് ആ ജോലിക്ക് ഫിറ്റ് ആയിട്ടുള്ളവരുണ്ടാവും. പക്ഷെ നമുക്ക് എങ്ങനെയാ അത് കിട്ടിയത്? ആ പ്രഷർ മൂലമാണ് അവിടെ കിട്ടിയത് അല്ലെ. ഇത് പബ്ലിക് സെക്ടറിലുള്ള മീറ്റിങ്ങുകൾ, സെലക്ഷൻ മീറ്റിംഗ് ഇതിനെങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ്. ഇനി അടുത്തൊരു ടേബിൾ ആണ്. നിങ്ങൾ സെലക്ഷൻ ഒരു പഠിച്ച ഒരു വിധായില്ലേ? റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ സെക്ഷൻ നമ്മൾ ആദ്യം തീർത്തതാണ്. പിന്നെ അടുത്തതാണ് മിസ് അവിടെ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് തുടങ്ങിയത് സെലക്ഷൻ പ്രോസസ്സ്. സെലക്ഷൻ എന്ന് പറഞ്ഞ എന്താ, റിക്രൂട്ട്മെന്റ് എന്താണ്, അതിന്റെ ആ ഡിഫറൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടേബിൾ നോക്കി വെക്കണം. ഓക്കെ, ബേസിസ് ഓഫ് ഡിഫറൻസ്, എന്തിന്റെ ബേസിലാണ് ആ ഡിഫറൻസ് പറയുന്നത്? ഇനി റിക്രൂട്ട്മെന്റിന്റെ സെലക്ഷന്റെ. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ് റിക്രൂട്ട്മെന്റ്? എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ കഴിവുള്ള ആ ഒരു ഒഴിവിലേക്ക് കാൻഡിഡേറ്റിനെ കണ്ടെത്തുന്നതിനും തിരഞ്ഞെടുക്കുന്നതിനുമുള്ള ഒരു പ്രക്രിയയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് നമ്മൾ പറഞ്ഞാണ് റിക്രൂട്ട്മെന്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട്. നമ്മൾ കണ്ടെത്താണ് അല്ലെ, prospective candidates for actual or projected vacancy in an organization. ഒരു ഓർഗനൈസേഷനിൽ നിലവിലുള്ള വരാൻ പോകുന്ന ഒഴിവുകൾ നികത്തുന്നതിന് അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ കണ്ടെത്തുന്ന പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ്. സെലക്ഷൻ എന്താ? സെലക്ഷൻ എന്ന് പറഞ്ഞ എന്താണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ കുറെ ആപ്ലിക്കൻസ്, അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യുന്ന പ്രോസസ് അല്ലേ സെലക്ഷൻ എന്ന് പറയുന്നത്. process in which are selected from list of job applicants. ഒരു കൂട്ടം ജോബ് ആപ്ലിക്കൻസ്, അവരുടെ ആ ലിസ്റ്റിൽ നിന്ന് എന്താണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളവരെ സെലക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് ഏതെന്ന് പറയുന്നത് സെലക്ഷൻ എന്ന് പറയുന്നത്. ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആദ്യം അതൊക്കെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. റിക്രൂട്ട്മെന്റും സെലക്ഷനും എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഇനി നോക്കിയേ, ആ ടേബിൾ നോക്കിയേ, ബേസിസ് ഓഫ് ഡിഫറൻസ്. ഇനി എന്തിന്റെ ബേസിലാണ്? ഒന്നാമത്തെ സീക്വൻസ് ആണ്. റിക്രൂട്ട്മെന്റ് നോക്കിയേ, റിക്രൂട്ട്മെന്റ് ഈസ് ഓൾവേസ് കണ്ടക്ടഡ് ബിഫോർ ദ സെലക്ഷൻ പ്രോസസ്. റിക്രൂട്ട്മെന്റ് എപ്പോഴാണ് നമ്മൾ നടത്തുന്നത്? എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുന്നത്? സെലക്ഷൻ പ്രോസസ്സിന് മുന്നാണ് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? സെലക്ഷൻ പ്രോസസ്സിന് മുമ്പാണ് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റ് ഈസ് ഓൾവേസ് കണ്ടക്ടഡ് ബിഫോർ ദ സെലക്ഷൻ പ്രോസസ്. എന്താണ് നോക്കിയേ, സെലക്ഷനോ? സെലക്ഷൻ ഈസ് ഓൾവേസ് കണ്ടക്ടഡ് ആഫ്റ്റർ ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. ശരിയല്ലേ? റിക്രൂട്ട്മെന്റിന് ശേഷമല്ലേ നമ്മൾ സെലക്ഷൻ നടത്തുന്നത് അല്ലേ? റിക്രൂട്ട്മെന്റ് നടത്തിയതിന് ശേഷമല്ലേ ആദ്യം സെലക്ട് ചെയ്യുന്നത്, സെലക്ഷൻ നടത്തുന്നത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക, ഡിഫറൻസ് ആണ്. ഒന്നാമത്തത് എന്താ പറഞ്ഞത്? സെലക്ഷൻ പ്രോസസ്സിന് മുന്നാണ് റിക്രൂട്ട്മെന്റ്, എന്നാൽ സെലക്ഷൻ എന്ന് പറഞ്ഞതോ ആഫ്റ്റർ ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. സെലക്ഷൻ എന്ന് പറഞ്ഞത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് ശേഷമാണ്, ആഫ്റ്റർ. ഓക്കെ, രണ്ടാമത് നോക്കിയേ, ഒബ്ജക്റ്റീവ്. എന്താണ് റിക്രൂട്ട്മെന്റിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ? ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് ടു അട്രാക്ട് ദ മാക്സിമം നമ്പർ ഓഫ് potential applicants in order to get a large application. അല്ലേ? അതല്ല റിക്രൂട്ട്മെന്റിന്റെ ഒരു ലക്ഷ്യം. ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ അട്രാക്ട് ചെയ്യുക. എന്നാലാണ് അതിന് നമുക്ക് ഏറ്റവും നല്ല ആൾക്കാരെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോ എന്താ പറയുന്നത്? റിക്രൂട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് ടു അട്രാക്ട് ദ മാക്സിമം നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ആപ്ലിക്കൻസ്. ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ആപ്ലിക്കൻസിനെ അട്രാക്ട് ചെയ്യുക. അതാണ് റിക്രൂട്ട്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. ഇവിടെ സെലക്ഷന്റെ മെയിൻ എയിം എന്താണ്? The main objective of selection is to choose the best suitable candidates from the application pool. ശരിയല്ലേ? ഒരു ആപ്ലിക്കേഷൻ പോൾ ഉണ്ട്, ഒരു കൂട്ടുണ്ട്. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുക, ചൂസ് ചെയ്യുക. അതാണ് സെലക്ഷന്റെ മെയിൻ എയിം. ഇപ്പൊ 100 പേരുണ്ട് ആപ്ലിക്കേഷൻ പോൾ, അതിന് ഏറ്റവും അനുയോജ്യമായ 5 പേരെ സെലക്ട് ചെയ്യുക. അതാണ് മെയിൻ ഒബ്ജക്റ്റീവ്. ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, കൃത്യമായിട്ട് വെക്കാം.
റിക്രൂട്ട്മെന്റിന്റെ മെയിൻ എയിം എന്താണ്? കുറെ ആപ്ലിക്കൻസിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, എന്നാൽ സെലക്ഷന്റെ മെയിൻ എയിം എന്താണ്? കുറെ ആപ്ലിക്കൻസ് ഉണ്ട്, അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളവരെ സെലക്ട് ചെയ്യുക, ചൂസ് ചെയ്യുക, തെരഞ്ഞെടുക്കുക. ഇനി അടുത്ത പ്രോസസ് നോക്കിയേ. റിക്രൂട്ട്മെന്റ് എന്ത് പ്രോസസ്സാണ് നമ്മൾ പഠിച്ചത്? എന്ത് പ്രോസസ് ആയിരുന്നു? റിക്രൂട്ട്മെന്റ് ഈസ് കോൾഡ് എ പോസിറ്റീവ് പ്രോസസ്. എന്തുകൊണ്ട് പോസിറ്റീവ് ആണെന്ന് പറയാൻ കാര്യം? ലാർജ് ഗ്രൂപ്പ് ഓഫ് ആപ്ലിക്കൻസ്, ലാർജ് പൂൾ ഓഫ് ആപ്ലിക്കൻസിനെ സൃഷ്ടിക്കണല്ലേ? ഒരുപാട് ആപ്ലിക്കൻസിനെ അവിടെ സൃഷ്ടിക്കുന്നത് കൊണ്ട് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത് പോസിറ്റീവ് പ്രോസസ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രോസസ് ആണ്. എന്നാൽ സെലക്ഷനോ ഏത് പ്രോസസ്സാ? സെലക്ഷൻ ഏതാണ് പഠിച്ചത്? നിങ്ങള് പഠിച്ചല്ലോ. സെലക്ഷൻ ഏത് പ്രോസസ്സാ? പഠിച്ചില്ലേ? നെഗറ്റീവ് പ്രോസസ് ആണ്. എന്തുകൊണ്ടാ നെഗറ്റീവ് പ്രോസസ് ആണെന്ന് പറയാൻ കാര്യം? എന്തുകൊണ്ടാ? കുറെ ആപ്ലിക്കൻസിന്ന് കുറച്ചു പേരെ സെലക്ട് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവരെ റിജക്ട് ചെയ്യാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് അതൊരു നെഗറ്റീവ് പ്രോസസ്. റിജക്ട് ചെയ്യുന്നു. വെരി ഗുഡ്, പഠിച്ചിട്ടുണ്ട്. എന്താ? കുറച്ചു പേരെ റിജക്ട് ചെയ്യാണ്, അതുകൊണ്ട് അതൊരു നെഗറ്റീവ് ആണ്. The selection is called a negative process because it involves the process which reject a large number of applicants. Only few best applicants are selected for the job. ആ ജോബിലേക്ക് കുറച്ച് ഏറ്റവും നല്ല ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല ആപ്ലിക്കൻസിനെ സെലക്ട് ചെയ്യാണ് അല്ലെ? അതുകൊണ്ട് കുറെ പേരെ റിജക്ട് ചെയ്തത് കൊണ്ട് അതൊരു നെഗറ്റീവ് പ്രോസസ് ആണ്. ഏത് ഉറക്കത്തിന് ചോദിച്ചാലും പറഞ്ഞോളാം, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രോസസ്, എന്നാൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. ഇനി അടുത്ത് നോക്കിയ മെത്തേഡ്സ് ആണ് നാലാമത്തെ. Methods of recruitment are not very comprehensive and therefore there is no more requirement of persons with a highly skilled personals. Right? അതായത് ഈ റിക്രൂട്ട്മെന്റിന്റെ മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് അധികം വളരെ കോംപ്രിഹെൻസീവ് ഒന്നും അല്ല. ആർ വെരി കോംപ്രിഹെൻസീവ് സമഗ്രമായ അത്രയും വലിയ ഇതൊന്നുമില്ല. And therefore there is no more requirement of person with a highly skilled. ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണൽസ് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്. അതെന്ന് വെച്ചാൽ അത്രയും വലിയ സമഗ്രമായിട്ടുള്ള കാര്യമൊന്നുമില്ല. എന്നാൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? കുറെ 100 പേരിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ളവരെ. അതൊരു വലിയ കാര്യം. കുറെ കാര്യങ്ങൾ നമ്മൾ അവിടെ നോക്കണം. വെരി സ്പെഷ്യലൈസ്ഡ് മെത്തേഡ് ആ റിക്വയർഡ് ഇൻ സെലക്ഷൻ പ്രോസസ്. സെലക്ഷൻ പ്രോസസ്സിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡുകൾ, പല പല സെലക്ഷൻ മെത്തേഡുകൾ നിങ്ങൾ പഠിക്കാനുണ്ട് അവിടെ. അപ്പോ അതിനകത്ത് എന്താണ്? പലതരത്തിലുള്ള സ്പെസിഫൈഡ് മെത്തേഡ്സ് ആർ റിക്വയർഡ് ഇൻ സെലക്ഷൻ പ്രോസസ്. സെലക്ഷൻ പ്രോസസ്സിൽ വളരെ സ്പെസിഫൈഡ് ആയിട്ടുള്ള മെത്തേഡുകൾ വേണം. Therefore in this process, ഈ പ്രോസസ്സിന് എന്ത് വേണം? Only skilled personnel. അതിന് ഒരു നല്ലൊരു സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ വലിയ എന്താ പറയാ, ഭയങ്കര ഒരു ഇതാണ്. നമുക്ക് അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ വേണം അവിടെ. എക്സ്പേർട്ട് വേണം. സെലക്ഷൻ ടെസ്റ്റുകൾ, കണ്ടക്ടിങ് ഇന്റർവ്യൂ, ഇതെല്ലാത്തിനും എക്സ്പേർട്ട് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ വേണം ഈ സെലക്ഷൻ പ്രോസസ്സിന്. അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. വെരി സ്പെഷ്യലൈസ്ഡ് മെത്തേഡ്സ് ആർ റിക്വയർഡ് ഇൻ സെലക്ഷൻ പ്രോസസ്. എന്തുകൊണ്ടാ? അപ്പൊ സെലക്ഷൻ പ്രോസസ് നടത്തുന്ന ആർക്കും വന്നൊന്നും സെലക്ഷൻ പ്രോസസ് നടത്താൻ പറ്റില്ല. അതിനെന്താ? സെലക്ഷൻ ടെസ്റ്റുകളിൽ കണ്ടക്ട് ചെയ്യാനും ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള നല്ല കഴിവുള്ള പേഴ്സണൽസ്, സ്റ്റാഫുകൾ തന്നെ വേണം അവിടെ. ഓക്കെ, ഇനി സർവീസ് കോൺട്രാക്ട് ഇങ്ങനെയാണെങ്കിൽ സേവന കരാർ എങ്ങനെയാ? Service contract are not the outcome of the recruitment process. Not the outcome. ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലെ ഒരു ഔട്ട്കം ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. സർവീസ് കോൺട്രാക്ട്, കരാറ്, സേവന കരാറ്. There is a service contract between ആരൊക്കെ തമ്മിലുള്ളതാണ്? എംപ്ലോയറും സെലക്ടഡ് കാൻഡിഡേറ്റ്സും തമ്മിലുള്ള ഒരു സർവീസ് കോൺട്രാക്ട്. അതാണ് അതിന്റെ ഫലം എന്ന് പറയുന്നത്. അതിന്റെ റിസൾട്ട് അല്ലെ? എത്ര നാളത്തേക്ക്, നമുക്ക് 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് ഒരു കോൺട്രാക്ട് ഉണ്ട് അവിടെ. എംപ്ലോയറും കാൻഡിഡേറ്റ്സും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്, ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ഉണ്ട് അവിടെ.
ഇവിടെ എന്ന് പറഞ്ഞാൽ സർവീസ് കോൺട്രാക്ട് ആർ നോട്ട് ദ ഔട്ട്കം ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഒരു ഔട്ട്കം ആണെന്ന് നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എന്താണ്, എംപ്ലോയറും സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് തമ്മിൽ ഒരു സർവീസ് കോൺട്രാക്ട് ഉണ്ട്, ഒരു കരാറുണ്ട്, ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ഇനി റിസൾട്ട് നോക്കിയേ, റിക്രൂട്ട്മെന്റിന്റെ റിസൾട്ട് എന്താ? റിക്രൂട്ട്മെന്റ് റിസൾട്ട് ഇൻ പൂൾ ഓഫ് ആപ്ലിക്കേഷൻ വിച്ച് സെർവ്സ് ആൻ ഇൻപുട്ട് ഫോർ പ്രോസസ് ഓഫ് ദ സെലക്ഷൻ. സെലക്ഷൻ പ്രക്രിയയ്ക്കുള്ള ഒരു ഇൻപുട്ട് ആയിട്ട് പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷന്റെ ഒരു കൂട്ടമായി റിക്രൂട്ട്മെന്റ് എന്ത് ചെയ്യുന്നു, അതിന്റെ റിസൾട്ട് തരുന്നു, ഫലങ്ങൾ തരുന്നു, ഒരു ഇൻപുട്ട് ആണെന്ന്. റിക്രൂട്ട്മെന്റ് റിസൾട്ട് ഇൻ പൂൾ ഓഫ് ആപ്ലിക്കേഷൻ, ഒരു കൂട്ടം ആപ്ലിക്കൻസിനെ റിക്രൂട്ട്മെന്റ് തരുന്നു, വിച്ച് സെർവ് ആസ് ഇൻപുട്ട് ഫോർ ദ പ്രോസസ്. സെലക്ഷൻ ഉള്ള ഒരു ഇൻപുട്ട് ആണ്. സെലക്ഷൻ എന്ന് പറഞ്ഞാലോ, പ്രോസസ് റിസൾട്ട് ഇൻ ദ ഫോം ഓഫ് സെലക്ടിംഗ് ദ ഫൈനൽ കാൻഡിഡേറ്റ്സ് who will get the job offer. ജോലി ഓഫർ ഫൈനലാക്കാൻ, അന്തിമമാക്കുന്നതിന് കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്ന രീതിയിലാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ ഔട്ട്കം. അവിടെ ഔട്ട്കം എന്താ? നമ്മൾ ഫൈനൽ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നു അല്ലെ? സെലക്ഷൻ പ്രോസസ് റിസൾട്ട് ഇൻ ദ ഫോം ഓഫ് സെലക്ടിംഗ് ഫൈനൽ കാൻഡിഡേറ്റ്സ് who will get the job offer. ഒരു ജോബ് ഓഫറിന്റെ ഫൈനൽ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അതാണ് ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് റിസൾട്ട് എന്ന് പറയുന്നത് ഫൈനൽ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, മറ്റേതെന്താ? സെലക്ഷൻ പ്രോസസ്സിനുള്ള ഒരു ഇൻപുട്ട് തരുന്നു. ആ ടേബിൾ ഒന്ന് വായിച്ചു നോക്കിയേ വേഗം. ഡിഫറൻസ് ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കണം കേട്ടോ. ഈ ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്, നെഗറ്റീവ് പ്രോസസ് ആണ്, പിന്നെ മെയിൻ ഒബ്ജക്റ്റീവ് അത് ചോദിക്കാം. ഇവിടെ മെത്തേഡ്സിൽ നമ്മള് സെലക്ഷൻ ആവുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണൽസ് വേണം, അവിടെ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ വേണം ഇത് ചെയ്യാനായിട്ട്. ഓക്കെ, എന്തെങ്കിലും സംശയമുണ്ടോ? ടേബിളില് ഏതെങ്കിലും പോയിന്റ്സ് പറയണം ഒന്നുകൂടി. ഒന്ന് വായിച്ചു നോക്കി നിങ്ങള്. ഏതെങ്കിലും പോയിന്റ്സ് പറയണോ? ഓക്കെ അല്ലേ? നമ്മൾ ആ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ അതിന് രണ്ട് ബേസ് ചെയ്തിട്ട് ഒരു ഡിഫറൻസ് ആണ് അവിടെ തന്നേക്കണേ. നിങ്ങൾക്ക് ആ ടേബിൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. ഓക്കെ ആണ് അല്ലേ? ഓക്കെ, എല്ലാവരും സംഭവമൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾ മെയിൻ ആയിട്ടുള്ളത് നോക്കാം കേട്ടോ. അതായത് നമ്മൾ പോസിറ്റീവ് ഫംഗ്ഷൻ ആ ഒബ്ജക്റ്റീവ് നോക്കാം നിങ്ങൾ. പിന്നെ രണ്ടാമത്തെ പ്രോസസ് എന്ന് പറഞ്ഞ ടേബിൾ ഇല്ലേ, അതും നിങ്ങൾ എന്തായാലും വായിച്ചു വെക്കണം. ആ രണ്ടെണ്ണം നന്നായിട്ട് വായിച്ചു വെക്കണം കേട്ടോ. പിന്നെ അടുത്തത് ആ റിസൾട്ട് എന്നുള്ളത് കണ്ടില്ലേ, ഏറ്റവും ലാസ്റ്റ് അത് കൂടി ഒന്ന് നോക്കാം കേട്ടോ. റിക്രൂട്ട്മെന്റ് റിസൾട്ട് ഇൻ പൂൾ ഓഫ് ആപ്ലിക്കേഷൻ, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. ഒരു ആപ്ലിക്കേഷൻസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, ഒരു കൂട്ടം, പൂൾ ഓഫ് ആപ്ലിക്കേഷൻസ്, അതാണ് റിക്രൂട്ട്മെന്റിന്റെ റിസൾട്ട്. എന്നാൽ സെലക്ഷന്റെ റിസൾട്ട് എന്താ? ഫൈനൽ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക. ജോബ് ഓഫറിലേക്ക് ഫൈനൽ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക. സെലക്ടിങ് ദ ഫൈനൽ കാൻഡിഡേറ്റ്സ്, അതാണ് റിസൾട്ട്. ആ മൂന്ന് കോളം, ഒബ്ജക്റ്റീവ്, പ്രോസസ്, റിസൾട്ട്, ഇത്രയും എന്തായാലും വായിച്ചു വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് സീക്വൻസ് നോക്കാം. ഫസ്റ്റത്തെ നോക്കി അവിടെ. അതായത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഏതാ? സെലക്ഷൻ പ്രോസസ്സിന് മുന്നേ ചെയ്യുന്ന കാര്യമാണ് റിക്രൂട്ട്മെന്റ്. സെലക്ഷൻ പ്രോസസ്സിന് മുമ്പ് ചെയ്യുന്ന കാര്യമാണ് ഏത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ റിക്രൂട്ട്മെന്റ് ഈ സെലക്ഷൻ പ്രോസസ്സോ റിക്രൂട്ട്മെന്റിന് ശേഷമാണ് സെലക്ഷൻ നടത്തുന്നത്. ശരിയല്ലേ? റിക്രൂട്ട്മെന്റ് ആദ്യം നടത്തും, അതിനുശേഷമാണ് സെലക്ഷൻ. ക്ലിയർ അല്ലേ? ആ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ആറാമത്തെയും റിസൾട്ടും കൂടി നോക്കി വെക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പുതിയൊരു ടോപ്പിക്കിനാണ്. അപ്പൊ അത്രയും ഒരു സെക്ഷൻ അവിടെ കഴിഞ്ഞു. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ,
രണ്ടാമത്തെ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ, ഇനി അതിന്റെ ഒരു കൺക്ലൂഷൻ പോലെ നമ്മൾ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ തമ്മിലുള്ള ഒരു ഡിഫറൻസും, ഇത്രയും ഒരു സെക്ഷൻ അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ പുതിയ കാര്യം പഠിക്കാൻ പോകുന്നത് ഇൻഡക്ഷൻ ഓർ ഓറിയന്റേഷൻ. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു വേർഡ്, ഇൻഡക്ഷൻ ഓർ ഓറിയന്റേഷൻ? ഓറിയന്റേഷൻ പ്രോഗ്രാമുകള് എന്താ കേട്ടിട്ടുണ്ട്. നമ്മൾക്ക് എന്താണ് ഒരു അവയർനെസ് തരികയാണ് അല്ലെ? ഓറിയന്റേഷൻ അവയർനെസ് പ്രോഗ്രാം, ഓറിയന്റേഷൻ ഒരു ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ എന്താ ഒരു അവയർനെസ് തരിക. എന്താണ് ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കണേ ഉള്ളൂ. നോക്കിയേ, മീനിങ് ഡെഫിനിഷൻ, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഓറിയന്റേഷൻ. എന്താ ഓറിയന്റേഷൻ? ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ന്യൂ എംപ്ലോയി familiar with the present employee and the present employee familiar with the present employee. പിന്നെ വേണ്ട കേട്ടോ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടെങ്കിൽ അത് വെട്ടിക്കളഞ്ഞാലേ. അതിന്റെ പ്രസന്റ് എംപ്ലോയീസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നേണ്ട്, അത് വേണ്ട. The process of making new employee familiar with the present employees and practice of the organization is termed as orientation or induction. അപ്പൊ നമ്മൾ കമ്പനിയിലേക്ക് പുതിയതായി ചെല്ലുന്ന ആളുകൾക്ക് കമ്പനിയിലെ മറ്റ് സ്റ്റാഫുകളെ അല്ലെ, പ്രസന്റ് അവിടെ നിലവിലുള്ള എംപ്ലോയീസിനെ കുറിച്ച് അറിയാൻ പറ്റില്ല, ആ ഓർഗനൈസേഷനെ കുറിച്ച് അറിയാൻ പറ്റില്ല. നമ്മൾ പുതിയതായിട്ട് ഒരു സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊന്നും അറിയില്ല അല്ലെ. അവിടെ എത്ര വർക്കേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവരാരൊക്കെയാണ് അവരെ അറിയില്ല, കമ്പനിയുടെ കാര്യങ്ങൾ ഇതൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പുതിയതായി ചെല്ലുന്ന എംപ്ലോയിനെ എന്ത് ചെയ്യുന്നു, പരിചയപ്പെടുത്താണ്, ഫെമിലിയർ ആക്കാണ്. അവിടെ നിലവിലുള്ള എംപ്ലോയീസിനെ കുറിച്ച് ഓർഗനൈസേഷന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെ, ഇതൊക്കെ ഓർഗനൈസേഷനിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അവരെ പരിചിതമാക്കുന്ന, ഫെമിലിയർ ആക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിനെയാണ് ഇൻഡക്ഷൻ ഓർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ല. അപ്പൊ നമ്മളെ എന്ത് ചെയ്യുന്നു, ആ പുതിയ കമ്പനിയിലെ അവിടുത്തെ സ്റ്റാഫുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. നമ്മൾ അവരെ നമുക്ക് ഫെമിലിയർ ആക്കുന്നു. അവിടുത്തെ കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അവയർനെസ്, നമുക്കൊരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ആ ഒരു പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത് ഇൻഡക്ഷൻ ഓർ ഓറിയന്റേഷൻ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടണം. കിട്ടിയോ? ഡെഫിനിഷൻ കിട്ടിയോ? The process of making new employee, പുതിയതായിട്ടുള്ള എംപ്ലോയിനെ എന്താക്കുന്നു, ഫെമിലിയർ ആക്കുന്നു, പരിചയപ്പെടുത്തുന്നു. ആരെ? പ്രസന്റ് എംപ്ലോയിനെ, ആ കമ്പനിയുടെ നിലവിലുള്ള എംപ്ലോയീസിനെ, ഓർഗനൈസേഷനെ ഒക്കെ പരിചയപ്പെടുത്തുന്ന പ്രോസസ്സാണ് ഇൻഡക്ഷൻ ഓർ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, all the activities of introducing a new candidate to the organization and his department are involved in the induction process. The induction process il endha ulpadane ella pravarthanangalum of introducing new candidates. oru pudhiya candidates ne introduce cheyyunna, avare pudiyayittu nammala company-ilekku introduce cheyyana alle. appo ഓർഗനൈസേഷനെ കുറിച്ച്, ആ സ്ഥാപനത്തെ കുറിച്ച്, അവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് ഒക്കെ പരിചയപ്പെടുത്തുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും, എല്ലാ ആക്ടിവിറ്റീസും ഇൻഡക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുന്നു. ആ സ്ഥാപനത്തിനെ കുറിച്ച്, ആ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചൊക്കെ അവരെ അവരെ പരിചയപ്പെടുത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇൻഡക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുന്നു. ഫസ്റ്റ് സെന്റൻസും സെക്കൻഡ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടണം. മനസ്സിലായോ? നോക്കിയേ, ഒരു പുതിയതായിട്ട് നമ്മൾ കമ്പനിയിലേക്ക് ചെല്ലുമ്പോൾ ആ കമ്പനിയിലെ നിലവിലുള്ള എംപ്ലോയിനെ, ആ ഓർഗനൈസേഷനെ കുറിച്ചൊക്കെ നമ്മളെ പരിചയപ്പെടുത്തുന്ന, ഫെമിലിയർ ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഇനി എല്ലാ ആക്ടിവിറ്റിയും അതിനകത്ത് ഉൾപ്പെടും. Introducing a new candidates to an organization, to the organization and the department. ആ ഓർഗനൈസേഷനെ കുറിച്ച്, ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചൊക്കെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും എന്ത് ചെയ്യുന്നു, ഈ ഇൻഡക്ഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുന്നു. ക്ലിയർ അല്ലേ? രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടണം. ബാക്കിയൊക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇനി നെക്സ്റ്റ് മൺഡേ അല്ലേ നമുക്ക് വരുന്നത്, നെക്സ്റ്റ് മൺഡേ കാണാം. അപ്പത്തേക്ക് മറന്നു പോകരുത് കേട്ടോ. ഇൻഡക്ഷൻ എന്താണോ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്താണെന്ന് ഓർത്ത് വെച്ചിരിക്കുക.